നമ്മൾ ഏകദേശം 6 മാസത്തിന് ശേഷമാണ് കാണുന്നത്. അതെ, 6 മാസം കഴിഞ്ഞ് നമ്മളിപ്പോ ഹലോ ബഡി, ഇറ്റ്സ് മീ ഐബഡി. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാനും വരുണ്ണനും കൂടെ ഒരു യാത്ര പോവുകയാണ്. നമ്മളെ സിമന്റ് വണ്ടിയിലാണ് നമ്മളെ യാത്ര. കാരണം നമ്മളിപ്പോ എവിടെ നിന്ന് എങ്ങോട്ടാണ് പോണത്? ഇവിടെ ദിണ്ടുകളിൽ നിന്ന് ലോഡ് എടുത്ത് നമുക്ക് നമ്മുടെ നാട്ടിലോട്ട് തന്നെയാണ്. ആറ്റിങ്ങൽ, നെടുമങ്ങാട്, ബാലരാമപുരം. ഞാൻ ഇപ്പൊ കണിയാപുരത്ത് അൺലോഡ് ചെയ്തിട്ടാണ് വീണ്ടും ലോഡ് എടുക്കാൻ പോവുകയാണ് നമ്മള്. ലോഡ് എടുക്കുന്ന സ്ഥലം നമ്മള് ദിണ്ടുകൽ കഴിഞ്ഞ് കരൂർ പോകുന്ന റൂട്ടിൽ പാളയം എന്ന് പറയും. അപ്പൊ നമ്മള് എല്ലമ്മാറിലായിരുന്നു, ടാങ്കറായിരുന്നു. ഇതിപ്പോ സിമന്റ് ലോറി കയറി പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരു ഉത്സവം വരുന്നുണ്ട്, കടക്കൽ തിരുവാതിര. അപ്പം ആ വണ്ടിയിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് നാട്ടിൽ എത്താക്കൂല. കടക്കൽ തിരുവാതിര അത് ആ വണ്ടിയിൽ പോയി കഴിഞ്ഞാൽ ഒരു 4 മാസം കഴിഞ്ഞിട്ട് തിരിച്ചെത്താക്കൂള്. അതുവരെ അപ്പൊ ഇതിനകത്ത് പോവാന്ന് കരുതി. കഴിഞ്ഞ ദിവസം നമ്മൾ കടക്കലിന് യാത്ര തുടങ്ങി. കടക്കൽ നേരെ തെന്മല എക്സ്പെഞ്ച് തെങ്കാശി റോഡ് കയറി രാജപാളയത്താണ് നമ്മൾ വണ്ടി ഒതുക്കിയിട്ട് ഇന്നലെ കിടന്നുറങ്ങിയത്. അതിനുശേഷം രാവിലെ ഒരു 7 മണിക്ക് മുമ്പായിട്ട് നമ്മൾ വണ്ടി എടുത്ത് നമ്മൾ നേരെ വീണ്ടും പാളയം റോഡ് അല്ലേ? അതെ, നമ്മൾ കൊടൈക്കനാൽ പോകുന്ന റോഡാണിത്. ആ വത്തല കൊണ്ടുവന്ന് നമ്മൾ റൈറ്റ് ദിണ്ടുകൽ റൂട്ടിൽ പോകും. ദിണ്ടുകൽ ചെന്നിട്ട് നമ്മളൊരു സർവീസ് റോഡ് ഇറങ്ങി കരൂർ റോഡ് പിടിക്കും. കരൂർ റോഡ്, ആ കരൂർ റോഡിൽ പോയി കഴിഞ്ഞാൽ അത് പാളയം എന്ന് പറഞ്ഞൊരു സ്ഥലമെത്തും. അവിടെയാണ് നമുക്ക് പോകേണ്ടത്. അതായത് ദിണ്ടുകളിൽ നിന്ന് ഏകദേശം ഒരു 60-65 കിലോമീറ്ററോളം ഉണ്ട്. മൊത്തം നമ്മുടെ കടക്കൽ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ടാവും? കടക്കൽ നമ്മൾ എടുക്കുമ്പോൾ ഏകദേശം ഒരു 360-370 കിലോമീറ്റർ അതിനടുത്തുണ്ട്. നമുക്ക് അവിടെ ഫാക്ടറി വരെ എത്തുന്നതിന്. നമ്മള് ഏത് സിമന്റാണ് എടുക്കാൻ പോണെന്ന് പറഞ്ഞില്ല. നമ്മൾ പോകുന്നത് ചെട്ടിനാടിന്റെ സിമന്റ് എടുക്കാനാണ്. ചെട്ടിനാട് വലിയ ഫാക്ടറിയാണ്. അപ്പൊ ഈ ശങ്കറിനെക്കാട്ടി ചെട്ടിനാടാണ്. ചെട്ടിനാട് ഒയ്യോ കാരണം ശങ്കറിലൊക്കെ ഒരു ദിവസം ചെന്ന് കഴിഞ്ഞാൽ മാക്സിമം ഒരു 15 അല്ലെങ്കിൽ 20 വണ്ടിയാണ് ലോഡ് ആവുന്നത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം എങ്ങനെയാലും ഒരു 300-400 വണ്ടിക്ക് പുറത്ത് വണ്ടി ലോഡ് കയറുന്നുണ്ട്. കാരണം 24 hours ആണ്. 24 hours ലോഡിംഗ് ആണ്. ലോഡിംഗ് ഉണ്ട്. കാത്തിടക്കേണ്ട ആവശ്യമില്ല. കാത്തിടക്കുന്ന നമ്മള് അത്രയും വണ്ടി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ക്യൂ അടക്കേണ്ടി വരുന്നത്. അല്ലാതെ നമ്മളിങ്ങനെ ഹാൾട്ടായി കിടക്കേണ്ട ആവശ്യമില്ല. ഒരു ദിവസം അറിഞ്ഞില്ല, അങ്ങനെ കിടക്കേണ്ട ഒരു ആവശ്യമേ വരുന്നില്ല. രാവിലെയൊക്കെ ചില ദിവസമൊക്കെ രാവിലെ കയറി കഴിഞ്ഞാൽ അണ്ണം 2 ലൈനായിട്ടാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതായത് ലൈൻ 1, ലൈൻ 2. ലൈൻ 1-ൽ തന്നെ 7 റാക്കുണ്ട്. 7 വരി. അതിനകത്ത് 7 വരിയിലും വണ്ടികളാണ്. അതാണെങ്കിൽ ലൈൻ 2-ൽ പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ട് ഒരു 7 ലൈൻ. ഇങ്ങനെ 1, 2 അങ്ങനെ തിരിച്ചിട്ടുണ്ട്. അതിനകത്ത് ഈ ബെൽറ്റ് കൊടുത്തിട്ട് 7 വണ്ടി ഒരേ സമയം ലോഡാവും. അതേ കണക്ക് ലൈൻ 2-ൽ മൊത്തം 14 വണ്ടി ഒരു സമയം ലോഡാവും. അതേ കണക്ക് അവിടെ കണ്ടിന്യൂസ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ 24, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ 24 hours ഇത് തന്നെയാണ് അവിടെ. വണ്ടികൾ